ഹായ് എവരി വൺ, വെൽക്കം ടു മൈ മദേഴ്സ് കിച്ചൻ. ഇന്ന് ഞാൻ തേങ്ങ വറുത്തരച്ചുള്ള ഒരു മത്തിക്കറിയാണ് ഉണ്ടാക്കുന്നത്. അതിന് 2 പൗണ്ട് മത്തിയാണ് എടുത്തിരിക്കുന്നത്. ആദ്യം തേങ്ങ വറുത്തെടുക്കുകയാണ്. ഇത് 1/4 കപ്പ് തേങ്ങയാണ്. ഇതിൻ്റെ സ്വല്പം വെള്ളം ഒന്ന് വറ്റി കഴിഞ്ഞിട്ട് വേണം ബാക്കിയുള്ള ചേരുവകൾ ചേർക്കാൻ. സ്റ്റൗ ഓൺ ചെയ്തിരിക്കുന്നത് മീഡിയം ഫ്ലെയിമിലാണ്. ഞാൻ 3-4 മിനിറ്റ് വറുത്തു. തേങ്ങയുടെ വെള്ളം വറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു 1/4 കപ്പ് ഇത് സവോള ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്. ഇതിന് പകരം ചെറിയ ഉള്ളി വേണമെന്ന് ഒരിക്കലും ചേർക്കാം. 2 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു 1/2 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി അരിഞ്ഞത്. ഇനിയും ചേർക്കുന്നത് ഈ കറിക്ക് നല്ലൊരു ഫ്ലേവർ കൊടുക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. ഇത് 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം, 1/4 ടീസ്പൂൺ ഉലുവ, 2 തണ്ട് കറിവേപ്പില. ഇത്രയും ചേർത്ത് തേങ്ങ നല്ല ബ്രൗൺ നിറമായി കഴിയുമ്പോൾ വേണം പൊടികൾ ചേർക്കാൻ. തേങ്ങ ഒരു ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഇനിയും ഇതിലേക്ക് ചേർക്കുന്ന പൊടികൾ സ്റ്റൗ ലോ ഫ്ലെയിമിലാക്കിക്കൊണ്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇത്രയും ചേർത്ത് ഒരു 1-2 മിനിറ്റ് നേരത്തേക്ക് വറുത്തെടുക്കുക. ഒരു 2 മിനിറ്റോളമായി ഞാൻ ഇനി സ്റ്റൗ ഓഫാക്കി ഈ ചട്ടി സ്റ്റൗവിൽ നിന്നും മാറ്റുകയാണ്. ഇനി ഇത് തണുത്ത് കഴിഞ്ഞിട്ട് അരച്ചെടുക്കണം. തേങ്ങ വറുത്തത് തണുത്തു. ഇനി ഇത് അരച്ചെടുക്കുകയാണ്. ഇതുപോലെ ക്രീമി ആയിട്ട് അരച്ചെടുക്കണം. പെരിഞ്ചീരകം ചേർത്തിരിക്കുന്നത് കൊണ്ട് ഈ അരപ്പിന് നല്ല മണമുണ്ട്. ഇനിയും കറി വെക്കാൻ തുടങ്ങുകയാണ്. ഈ ചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. എണ്ണയിലേക്ക് 1/2 ടീസ്പൂൺ കടുകാണ് ഇടുന്നത്. സ്വല്പം ഉലുവ, സ്വല്പം കറിവേപ്പില. ഇനി ചേർക്കുന്നത് ഒരു 6 ചെറിയ ഉള്ളി ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞത്, ഒരിഞ്ച് നീളത്തിലുള്ള ഇഞ്ചി, 3 വെളുത്തുള്ളി, 3 പച്ചമുളക്. ഇത്രയും വഴറ്റുക. ഇഞ്ചി ഉള്ളിയെല്ലാം 2-3 മിനിറ്റ് വഴറ്റി. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഒരു ചെറിയ ടൊമാറ്റോയാണ്. ഈ ടൊമാറ്റോ ഇഷ്ടമുണ്ടെന്നുള്ളവർക്ക് ചേർത്താൽ മതി. ഈ ടൊമാറ്റോ ചേർക്കുന്നത് കൊണ്ട് കറിക്ക് നല്ലൊരു കൊഴുപ്പും കിട്ടും, സ്വാദുമുണ്ട്. ഉള്ളിയും ടൊമാറ്റോയും നന്നായിട്ട് മൂത്തു. ഇനി ഇതിലേക്ക് ഞാൻ അരപ്പ് ചേർക്കുകയാണ്. അരപ്പിൽ കുറച്ച് വെള്ളം ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷമാണ് ഞാൻ അരപ്പ് ചട്ടിയിലേക്ക് ഒഴിക്കുന്നത്. ഇതിൽ ഞാൻ ഒരു 1/4 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. മീൻ ചേർത്ത് കഴിയുമ്പോൾ മീനിൽ നിന്നും വെള്ളം ഇറങ്ങും. ഈ വെള്ളത്തിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ്, ഇതുപോലെയുള്ള 3 കഷ്ണം കുടംപുളിയാണ് ചേർക്കുന്നത്. പുളിയും ചേർത്ത് അരപ്പ് തിളച്ചതിന് ശേഷമാണ് മീൻ ചേർക്കുന്നത്. അരപ്പ് നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മീൻ ചേർക്കുകയാണ്. ഈ മീൻ ചേർത്ത് കഴിഞ്ഞിട്ട് ഇടയ്ക്ക് തുറന്നു നോക്കി ഉപ്പ് വേണമെന്ന് വരികിൽ ചേർക്കാം. പുളി കൂടുതലാണെന്ന് വരികിൽ പുളി എടുത്ത് മാറ്റുകയും ചെയ്യാം. ഇനിയും മൂടി വെച്ച് വേവിക്കണം. ഇടയ്ക്ക് തുറന്നു നോക്കി ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം. സ്പൂൺ കൊണ്ട് ഇളക്കുന്നതിലും നല്ലത് ഇങ്ങനെ ചെയ്യുന്നതാണ്. ഉപ്പ് സ്വല്പം കുറവാണ്. ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കുകയാണ്. കറി പാകമായിട്ടുണ്ട്. ഇനി ഞാൻ സ്റ്റൗ ഓഫാക്കുകയാണ്. ഇതിൽ സ്വല്പം വെളിച്ചെണ്ണയും കറിവേപ്പിലയും ഇട്ട് മൂടി കുറച്ച് സമയത്തേക്ക് വെക്കുക. ഈ രീതിയിൽ നിങ്ങൾ മത്തിക്കറി വെച്ചിട്ടില്ലെന്ന് വരികിൽ ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും.